കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൗൺസിലിങ്ങിനായി എത്തിയ നിധിയെയും സുധീഷിനെയും ഡിവോഴ്സിൽ നിന്നും പിന്തിരിപ്പിക്കാൻ മാഡം പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. നിധി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് കടുപ്പിച്ച് തന്നെ പറയാണ്. സോറി മാഡം, എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഈ തീരുമാനം ഉറച്ചതാ മാഡം എന്ന് നിധി പറയുമ്പോഴേക്കും എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല, നിങ്ങളിപ്പോൾ പോയിക്കോ, 2-3 തവണ ഇനിയും വരേണ്ടി വരും, കോടതിയുടെ രീതികളാ എന്നവർ പറയുമ്പോഴേക്കും ശരി മാഡം, ഡിവോഴ്സിന് തടസ്സമൊന്നുമില്ലല്ലോ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും കുട്ടി ഇങ്ങനെ ഒരു സ്റ്റാൻഡാണ് എടുക്കുന്നതെങ്കിൽ തടസ്സമൊന്നുമില്ല എന്ന് മാഡവും പറയുന്നുണ്ട്. ശരി മാഡം, താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങാണ്. പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ നിധി സുധീഷിനോട് ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുമ്പോഴൊക്കെ ലവ് മാരേജ് ആണെന്ന് നിങ്ങൾ എന്തിനാ പറയുന്നേ, ഡിവോഴ്സ് വേണം എന്ന് മാത്രം പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഓ ഇപ്പൊ അതായോ കുറ്റം, വേറെ ഞാൻ എന്ത് പറയണമായിരുന്നു, അറേഞ്ച് മാരേജ് ആണെന്ന് പറയണമായിരുന്നു, അല്ല വേറൊരു കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ കള്ള കല്യാണമായിരുന്നു എന്ന് പറയണമായിരുന്നു. അത് പുറത്തറിഞ്ഞാൽ കൂടെ എന്ന പോലീസുകാരുടെ വരെ പണി പോവും. എന്തിന്, ആ ഓസ്ട്രേലിയൻ കങ്കാരുവില്ലേ, അവൻ വന്ന് മാനനഷ്ടത്തിന് വരെ കേസ് കൊടുക്കില്ലേ, തന്റെ അച്ഛൻ ഇതറിഞ്ഞാൽ അവന് ഫുൾ സപ്പോർട്ടായിരിക്കും. ലവ് മാരേജ് കഴിച്ചു എന്ന് വെച്ച് ഡിവോഴ്സ് ഒന്നും കിട്ടാതിരിക്കില്ലല്ലോ എന്നവൻ പറയുമ്പോൾ അത് ശരിയാ, ഞാൻ അത്രയും ചിന്തിച്ചില്ല എന്ന് നിധിയും ഒരു ചിരിയോട് പറയുന്നുണ്ട്. അപ്പോൾ വിചാരിച്ച പോലല്ല, ഇടയ്ക്കൊക്കെ ബുദ്ധിയുണ്ട് എന്നവൾ പറയുമ്പോൾ നല്ല കാഞ്ഞ ബുദ്ധിയുള്ളതുകൊണ്ടാണ് നീ ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നത്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും എന്ന് സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട്. വിശക്കുന്നു, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് നിധി ചോദിക്കുമ്പോൾ വാ കഴിച്ചേക്കാം എന്ന് പറഞ്ഞ് നിധിയും കൂട്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട് സുധീഷ്. റെസ്റ്റോറൻറ്റിലെത്തി നിധി ജ്യൂസും സുധീഷ് പപ്സും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിവോഴ്സ് കിട്ടിയാലേ ഞാൻ സുധീഷിന് ഒരു അടിപൊളി പാർട്ടി തരുന്നുണ്ട്, ഒരു അടിപൊളി സ്റ്റാർ ഹോട്ടലിൽ ഒരു പാർട്ടി എന്നവൾ പറയുമ്പോൾ എന്തിന് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഞാനായിട്ട് നിങ്ങളെ ഈ പ്രശ്നത്തിൽ കുടുക്കിയതല്ലേ, ഇത് കഴിഞ്ഞാൽ സുധീഷ് ഇതിൽ നിന്നും ഫ്രീ ആവും, ഞാനായിട്ട് തുടങ്ങി വെച്ചതല്ലേ, അപ്പോൾ അതിനൊരു പാർട്ടി തരേണ്ടത് എൻ്റെ കടമയല്ലേ എന്ന് നിധി പറയുമ്പോൾ ഇവളിതെന്തൊരു സാധനമാ, എൻ്റെ ഫീലിങ്സ് ഒന്നും ഇവൾക്ക് മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ അവൻ മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും പിന്നെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് എന്ന് നിധിയും പറയുന്നുണ്ട്. എന്തിന് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അല്ല, ഇയാൾക്ക് ഇനി കല്യാണം ആലോചിക്കുമ്പോൾ സെക്കൻഡ് മാരേജ് ആണെന്ന് പറയില്ലേ എന്നവൾ പറയുമ്പോൾ എങ്കിലേ ഞാൻ കല്യാണം ആലോചിക്കാൻ പോകുമ്പോഴേ മാഡത്തിനെയും കൂടി കൂട്ടാം, അവിടെ വന്ന് പറഞ്ഞാൽ മതി ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കല്യാണമാണ്, നമ്മൾ തമ്മിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്, എന്താ അത് മതിയോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അത് നല്ല ഐഡിയ, എന്നെ വിളിച്ചോ ഞാൻ വന്നോളാം എന്നവളും പറയുന്നുണ്ട്. അത് കേട്ട് സുധീഷും ആഹാ എൻ്റെ കാര്യത്തിൽ എന്തൊരു ഉത്കണ്ഠയാ മാഡത്തിന്, ആദ്യ കേട്ട് തന്നെ ചവിട്ടി അരച്ചുകൊണ്ടാ പൊക്ക്, പിന്നെയല്ലേ രണ്ടാമതൊരു കല്യാണം എന്നവൻ മനസ്സിൽ പറയുന്നുണ്ട്. സുധീഷ് വീണ്ടും പപ്സ് കഴിക്കുമ്പോഴേക്കും അവൻ്റെ മുഖത്തൊക്കെ പപ്സിൻ്റെ പൊടിയാവുന്നുണ്ട്. അവൻ വീണ്ടും തുടക്കുന്നുണ്ടെങ്കിലും അത് വൃത്തിയാവാത്തത് കൊണ്ട് അവൾ ഒരു ടിഷ്യൂ എടുത്ത് അവൻ്റെ മുഖം തുടച്ചു കൊടുക്കുന്നുണ്ട്. ആ ഇപ്പൊ ശരിയായി എന്നും പറഞ്ഞ് അവൾ വീണ്ടും ജ്യൂസ് കഴിക്കുമ്പോഴേക്കും സുധീഷ് പെട്ടെന്ന് എന്തോ ചിന്തിച്ചുകൊണ്ട് പപ്സ് വീണ്ടും മുഖത്തൊക്കെ തേക്കുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ സുധീഷിന്റെ മുഖത്ത് പപ്സ് കണ്ട് എന്താ നിധി എന്ത് പറ്റി, ഓ വീണ്ടും പപ്സായോ എന്നും പറഞ്ഞ് ടിഷ്യൂ എടുത്ത് അവളുടെ കൈ കൊടുത്ത് ദാ തുടച്ചു തന്നോ എന്ന് പറയുന്നുണ്ട്. അവളും അവനെ ഒന്ന് നോക്കിക്കൊണ്ട് കൈ എത്തുന്ന സ്ഥലമല്ലേ, വേണമെങ്കിൽ തുടച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതെ അതെ കൈ എത്തുന്ന സ്ഥല എന്നും പറഞ്ഞ് അവൻ തന്നെ മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അതെ, ഈ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന കപ്പിൾസ് നമ്മൾ മാത്രമായിരിക്കും അല്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ കപ്പിളോ എന്നവളും ചോദിക്കുന്നുണ്ട്. അല്ല ഒരാണും പെണ്ണും എന്നവൻ പറയുമ്പോൾ ആ അത് ശരിയാ, അതിനൊരു കാരണമുണ്ട്, നമ്മൾ ഇതുവരെയും മനസ്സുകൊണ്ട് ഭാര്യയും ഭർത്താവാണെന്ന് അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു ഈഗോയോ ദേഷ്യമോ വിഷമോ ഒന്നുമില്ല, അന്ന് തൊട്ട് ഇന്ന് വരെ ഫ്രണ്ട്സ്, ഇനി അങ്ങോട്ടും ഫ്രണ്ട്സ് എന്ന് നിധി പറയുമ്പോഴേക്കും സുധീഷും അല്പം നിരാശയോടെ പപ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നവിടെ വന്നവരൊക്കെ എത്ര സന്തോഷത്തോടെ വിവാഹം കഴിച്ചവരായിരിക്കും, എന്നാലും ഒരിക്കൽ ഉള്ളു തുറന്ന് സ്നേഹിച്ചവരെ ഇങ്ങനെ പിരിയാന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമല്ലേ എന്നവൾ പറയുമ്പോൾ അത് പിന്നെ സഹിക്കാം, നമുക്കിഷ്ടമുള്ളവര് നമ്മുടെ ഇഷ്ടം തിരിച്ചറിയാതെ പോകുന്നത് എന്നവൻ പറയുമ്പോൾ ആണോ എന്നവളും ചോദിക്കുന്നുണ്ട്. അവൻ അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് എന്താ ഇങ്ങനെ നോക്കുന്നേ എന്നവളും ചോദിക്കുന്നുണ്ട്. ഇന്ന് കാണാൻ നല്ല വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് വ്യത്യാസം എന്നവളും ചോദിക്കാണ്. അല്ല ഇന്ന് നല്ല ഭംഗിയായിട്ടുണ്ട് എന്നവൻ പറയുമ്പോൾ അവൾ അവനെ ഒന്ന് നോക്കുന്നത് കണ്ട് അങ്ങനെയല്ല, എല്ലാ ദിവസവും ഭംഗിയുണ്ട്, ഇന്ന് കുറച്ചുകൂടി ഭംഗിയുണ്ട് എന്നവൻ പറയുമ്പോൾ ആണോ താങ്ക്സ്, ചിലപ്പോൾ മനസ്സിലുള്ള വലിയൊരു ടെൻഷൻ ഇറക്കി വെച്ചതിന്റെ സന്തോഷമായിരിക്കും എന്നവൾ പറയുമ്പോഴേക്കും സുധീഷിന്റെ മുഖമാകെ വാടുന്നുണ്ട്. ഇനി എത്ര തവണ ഈ കൗൺസിലിംഗ് ഉണ്ടാവുമോ, ഡിവോഴ്സ് ചെയ്യിപ്പിക്കാതിരിക്കുക എന്നാണ് അവരുടെ മോട്ടോ എന്ന് തോന്നും എന്നവൾ പറയുമ്പോൾ എന്നോട് സംസാരിച്ചപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാ തോന്നിയ നിധി, അവർ പറയുന്നത് കേട്ട് ഒരു ടൈം എത്തിയപ്പോൾ ഡിവോഴ്സൊക്കെ ഒഴിവാക്കി നിധിയുടെ കൂടെ തന്നെ അങ്ങ് ജീവിച്ചാലോ എന്ന് വരെ തോന്നിപ്പോയി എന്നവൻ പറയുമ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, നമ്മൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലുള്ളവരാ എന്ന് നിധി പറയുമ്പോഴേക്കും എന്തു പറഞ്ഞാലും കുടം കൊണ്ട് തറക്കടിച്ച പോലെ ഓരോ മറുപടി ഉണ്ടല്ലോ എന്നവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞങ്ങൾ പോവായിരുന്നു എന്ന് പറയുന്നുണ്ട്. ശരി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവളും പെട്ടെന്ന് ജ്യൂസ് കുടിച്ച് അവിടുന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അവിടെ വർക്ക്ഷോപ്പിൽ എന്തോ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഹരീഷ്. ചന്തുവും ടിറ്റോയും അവനെ നോക്കിക്കൊണ്ട് എടാ ചന്തുവേ, നമ്മുടെ സാറ് കയ്യിൽ നിന്ന് പോയിന്നാ തോന്നേ എന്ന് ടിറ്റോ പറയുന്നുണ്ട്. എനിക്കും അത് തോന്നാതെയില്ല, അന്ന് നമ്മൾ ചായ കുടിക്കാൻ പോയില്ലേ, ആ സമയത്ത് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാ തോന്നേ എന്ന് ചന്തു പറയുമ്പോൾ ആശാന്റെ പ്രേമത്തിന്റെ പ്ലഗ് അടിച്ച് പോയെന്നാ തോന്നേ, വെറുതെ ഇരിക്കുമ്പോൾ വണ്ടിയുടെ വാൽ ട്യൂബ് അഴിച്ചു വിടുക, പെട്രോൾ ടാങ്കിലേക്ക് ഓയിൽ ഒഴിക്കുക,
ക്ലച്ച് ശരിയാക്കാൻ വരുന്ന വണ്ടിയുടെ ബ്രേക്ക് ഊരി വിടുക, ആളുടെ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് ടിറ്റോയും പറയുന്നുണ്ട്. അത് കേട്ട് ഹരീഷും നിർത്തടാ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും എൻ്റെ ഹരീഷേട്ടാ ഇത്ര വിഷമമുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചൂടെ എന്ന് ചന്തുവും ചോദിക്കുന്നുണ്ട്. ആർക്ക് എന്ത് മെസ്സേജ് എന്ന് ഹരീഷ് വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ എൻ്റെ ഹരീഷേട്ടാ മണ്ടനെ വീണ്ടും പൊട്ടനാക്കല്ലേ, നിങ്ങളുടെ രീതികൾ കണ്ടാൽ ഞങ്ങൾക്കും മനസ്സിലാവും ഇടയ്ക്കിടെ മിസ്സായിട്ടാ ഈ വണ്ടി ഓടുന്നത് എന്ന് ടിറ്റോയും പറയുന്നുണ്ട്. നമ്മൾ ഈ വണ്ടിയുടെ പ്ലഗ് അഴിച്ച് കരി കളഞ്ഞ് വീണ്ടും ഇടുമ്പോഴല്ലേ പോയ സ്പാർക്ക് വീണ്ടും വന്ന് എഞ്ചിൻ ഓൺ ആവുന്നത്. അതുപോലെ കാമുകന്മാർക്കുള്ള ഒരു സ്പാർക്ക് പ്ലഗ് ആണ് ഈ SMS. ഒരു ഹായ് എന്ന് ചന്തു പറയുമ്പോൾ ഒരു ഹായ് എന്ന് ടിറ്റോയും പറയുന്നുണ്ട്. ഒരു ലവ് യുഡ എന്ന് ചന്തു പറയുമ്പോൾ ഒരു മിസ് യുഡ വിത്ത് ഹേർട്ട് ഇമോജി എന്ന് ടിറ്റോയും പറയുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു പിക്കപ്പ് ലൈനും കൂടി ആവാം. വണ്ടിക്കുണ്ട് ഗിയർ, എനിക്കുണ്ട് ഫയർ, നമുക്കില്ല ഫിയർ, എങ്ങനെയുണ്ട് എന്ന് ചന്തു ചോദിക്കുമ്പോൾ ചന്തു പറയുമ്പോഴേക്കും ഹരീഷും എന്തോ എടുത്ത് അവനെ എറിയുന്നുണ്ട്. എൻ്റെ ഹരീഷേട്ടാ അവള് പോയ പിന്നെ നിങ്ങളുടെ ഫുൾ ചാർജും പോയിട്ടുണ്ട്, ഒന്ന് ചാർജ് ആവാനേ അവള് ഒന്ന് വരുന്നത് നല്ലതാ. ആ മൊബൈലെടുത്ത് ഒരു മെസ്സേജ് അയക്കുന്നേ, അല്ലെങ്കിൽ ആ ഫോണിങ് താ, ഞാനൊരു പിക്കപ്പ് ലൈൻ എഴുതി അയക്കാം, ഒരു ഡ്യൂക്ക് വരുന്ന പോലെ അവളിങ്ങ് പറന്നു വരും എന്ന് ടിറ്റോ പറയുമ്പോൾ എങ്കിൽ നീ ഒരു ലൈൻ പറ എന്ന് ചന്തുവും പറയുന്നുണ്ട്. എനിക്കുണ്ട് ഡ്യൂക്ക്, ഞാനതിൽ ജാക്ക്, നമുക്കാവാം ജോക്ക് എന്ന് ടിറ്റോ പറയുമ്പോൾ ഹരീഷിനും ചിരി വരുന്നുണ്ട്. ഡാഡാ ചിരിച്ച് അപ്പോൾ ആ ബല അങ്ങ് പോയി, ഇനി ആ ഫോൺ എടുത്ത് ഒരു മെസ്സേജ് അയച്ചേ, അപ്പോഴേക്കും ഞങ്ങളൊരു ചായയും കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചായ കുടിക്കാൻ പോകുമ്പോഴേക്കും ഹരീഷും ഫോൺ എടുത്ത് മെസ്സേജ് അയക്കാൻ ഒരുങ്ങുന്നുണ്ട്. അവൻ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും അവിടെ നീതുവിൻ്റെ വീട്ടിൽ നീതുവും ടെൻഷനോടെ കട്ടിലിരിക്കാണ്. അവൾ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ഒരു മെസ്സേജ് പോലും അയക്കുന്നില്ലല്ലോ. അവൾ ടെൻഷനോടെ ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്കും അവനെ ഓൺലൈനിൽ കാണുന്നുണ്ട്, എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവനൊപ്പം ബൈക്കിൽ പോകുന്ന കാര്യങ്ങളൊക്കെ അവൾ ഓർത്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും അല്ലെങ്കിൽ ഇപ്പോൾ മെസ്സേജ് അയക്കണ്ട എന്ന് ചിന്തിച്ച് ഫോൺ അവിടെ വെച്ച് പോവാണ്. അവളും ടെൻഷനോടെ ഓൺലൈനിൽ നിന്ന് പോയോ എന്ന് ചിന്തിച്ചുകൊണ്ട് തൻ്റെ ഫോൺ എടുത്ത് കട്ടിലേക്ക് എറിയുന്നുണ്ട്. അവിടെ റെസ്റ്റോറൻറ്റിൽ ഗോപി സാറിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സുധീഷ്. ഗോപി സാർ വരുമ്പോഴേക്കും സാറിന് എന്താ കഴിക്കാൻ വേണ്ടേ, ചായയും വടയും പറയട്ടെ എന്നവൻ പറയുമ്പോൾ ഈ സമയത്ത് ചായയും വടയോ, 6 പൊറോട്ടയും 2 ബീഫ് കറിയും, അതിൽ 3 പൊറോട്ടയും 1 ബീഫ് കറിയും പാഴ്സൽ വൈഫിനാ എന്നയാൾ പറയുമ്പോൾ കുട്ടികളില്ലേ സാറേ വീട്ടിൽ എന്നവൻ ചോദിക്കുന്നുണ്ട്. ഇല്ല കുട്ടികളൊന്നും വീട്ടിലില്ല എന്നയാൾ പറയുമ്പോൾ അവനും ഒന്ന് ആശ്വസിക്കുന്നുണ്ട്. എന്തുപറ്റി, വീണ്ടും ഡിവോഴ്സ് കേസാണോ എന്നയാൾ ചോദിക്കുമ്പോൾ സാറിന് എങ്ങനെ മനസ്സിലായി എന്ന് സുധീഷും ചോദിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തിനാ നീ എന്നെ വിളിപ്പിക്കണ്ടേ എന്നയാൾ ചോദിക്കുമ്പോൾ സാർ ഒന്നുകൂടി ഒന്ന് അവളെ വിളിക്കണം എന്നവനും പറയുന്നുണ്ട്. എൻ്റെ സുധീഷേ അത് കുറച്ച് റിസ്ക്കാ, പോലീസുകാർക്ക് ഒരു റോളും ഇല്ലാത്ത കേസായത്, ആ കുട്ടി വന്ന് SHOയുടെ അടുത്ത് ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ എൻ്റെ ജോലി വരെ തിരക്കും എന്നയാൾ പറയുമ്പോൾ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ എന്നവനും പറയുന്നുണ്ട്. സാറേ ഇവിടുത്തെ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ എൻ്റെ ലൈസൻസ് പിടിച്ചു വെച്ചിരിക്കുക, അതുകൊണ്ട് കുറച്ച് നാളായി പണിയൊന്നുമില്ലാതെ, സാറ് കുറച്ച് നാളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നവൻ പറയുമ്പോൾ ലൈസൻസ് പിടിച്ചു വെച്ചോ എന്തിന് എന്നയാളും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ SP-യുടെ മകനെ വണ്ടി അടിച്ചു, അവനുമായിട്ട് തർക്കമുണ്ടായപ്പോൾ ഞാൻ അവനെ ചെറുതായൊന്ന് പൊട്ടിച്ചു എന്നവൻ പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണോ താൻ എന്നെ ഹെൽപ്പിന് വിളിച്ചേ, എൻ്റെ തൊപ്പി തെറിപ്പിക്കാന്ന് വാശിയെങ്ങാനുണ്ടോ എന്നയാൾ ചോദിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന് സാറില്ലാതെ എനിക്ക് വേറെ ആരുമില്ല, ഒരൊറ്റ തവണ ഒന്ന് കോൾ ചെയ്താൽ മതി, ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം എന്നവൻ പറയുമ്പോഴേക്കും പൊറോട്ട വരട്ടെ എന്നയാളും പറയുന്നുണ്ട്. അവിടെ വീട്ടിൽ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നികേഷ്. അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. എടാ സുധീഷ് വന്നില്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുമ്പോൾ ഇല്ല ഇതുവരെയും വന്നില്ല എന്നവനും പറയുന്നുണ്ട്. നിധി എത്തിയോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഏട്ടത്തി മുറിയിലുണ്ട് എന്ന് നികേഷും പറയുന്നുണ്ട്. നിധി എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് നികേഷിനോടായി ചോദിക്കുമ്പോൾ ഇല്ല എന്നവനും പറയുന്നുണ്ട്. കോടതി പോയി വന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ എന്ന് സുഭാഷ് വീണ്ടും ചോദിക്കുമ്പോൾ ഇല്ല ഏട്ടാ എന്ന് നികേഷും പറയാണ്. മോളെ നിധി എന്ന് സുഭാഷ് വിളിക്കുമ്പോഴേക്കും ദാ വരുന്നു ഏട്ടാ എന്നും പറഞ്ഞ് നിധിയും അങ്ങോട്ട് എത്തുന്നുണ്ട്. മോളെപ്പോഴാണ് വന്നേ, മോളെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഏയ് ഒരു പ്രശ്നമില്ല എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു അല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ചെയ്തു എന്ന് നിധിയും പറയുന്നുണ്ട്. എത്ര നാളെടുക്കും എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അത്ര പെട്ടെന്നൊന്നും ആവില്ലല്ലോ ഏട്ടത്തി എന്ന് നിധി ചോദിക്കുന്നുണ്ട്. മിനിമം 6 മാസം എടുക്കും എന്നവൾ പറയുമ്പോൾ ഓ 6 മാസം ഉണ്ടല്ലേ എന്നവനും പറയാണ്. അതെ കോടതിയുടെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ സുഭാഷ് ഏട്ടാ, ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്, രണ്ടുപേരും ചേർന്നുള്ള കൗൺസിലിംഗ്, അങ്ങനെ കുറേ ഉണ്ട് എന്നവൾ പറയുമ്പോഴേക്കും കൗൺസിലിംഗ് എന്ന് വെച്ചാൽ എന്നെ സുഭാഷും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഒരാൾ നമ്മളോട് സംസാരിക്കും എന്തിനാ ഡിവോഴ്സ്, എന്താ കാരണം എന്നൊക്കെ എന്നവൾ പറയുമ്പോൾ ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അതെ സുഭാഷ് ഏട്ടാ, കല്യാണം കഴിക്കാൻ മാത്രമേ എളുപ്പത്തിലാവൂ, ഒരിക്കലാ കുടുങ്ങിപ്പോയാൽ അതിനൂരിപ്പോരാൻ നല്ല പണിയാ. ഞങ്ങൾ രണ്ടുപേരെ ഇരുത്തി സംസാരിച്ചു, വേറൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് പറഞ്ഞയച്ചു എന്നവൾ പറയുമ്പോൾ ഓ ഇനിയും പോണോ എന്നവൻ ചോദിക്കുന്നുണ്ട്. പോണം സുഭാഷ് ഏട്ടാ, കല്യാണം കഴിപ്പിക്കുമ്പോൾ ഇഷ്ടമാണോ താല്പര്യമുണ്ടോ എന്ന് ആരും ചോദിക്കില്ല, ഇതിപ്പോൾ ഡിവോഴ്സിൻ്റെ കാര്യമാകുമ്പോൾ 1000 ചോദ്യങ്ങളാ എന്നവൾ പറയുമ്പോഴേക്കും സുധീഷ് ഏട്ടൻ ഓക്കെയാണോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. നീ എന്താട്ടാ അങ്ങനെ ചോദിച്ചേ എന്ന് നിധി ചോദിക്കുമ്പോൾ അല്ല സുധീഷ് ഏട്ടൻ ഓക്കെയാണോ എന്നറിയാലോ എന്ന് വെച്ച് ചോദിച്ചതാ എന്നവനും പറയുന്നുണ്ട്. സുധീഷിന് കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് എന്നവളും പറയുന്നുണ്ട്. അവിടെ ഹോട്ടലിൽ നിന്ന് ഗോപി സാറും സുധീഷും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കാശെല്ലാം കൊടുത്തല്ലോ അല്ലേ എന്നയാൾ ചോദിക്കുമ്പോൾ പാഴ്സലിൻ്റെയും കൊടുത്തു എന്ന് സുധീഷും പറയുന്നുണ്ട്.
ദേ ഈ ഒരൊറ്റ തവണ കൂടി മാത്രം ഇനി എന്നോട് പറയരുത് എന്ന് ഗോപി സാർ പറയുമ്പോൾ ഇല്ല സാറേ എന്നവനും പറയുന്നുണ്ട്. അയാൾ ഫോൺ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും സാറേ ഒന്ന് സ്പീക്കറിലിടോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എന്തിനാ, എന്നെ വിശ്വാസമില്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അല്ല എനിക്കും കൂടി കേൾക്കാലോ സാറേ എന്നവൻ പറയുമ്പോൾ അയാളും ഫോൺ സ്പീക്കറിലിട്ട് നിധിയെ വിളിക്കുന്നുണ്ട്. സുഭാഷിനോടും നികേഷിനോടായി സംസാരിച്ചിരിക്കുമ്പോഴാണ് നിധിക്ക് കോൾ വരുന്നത്. അവൾ ഫോൺ എടുക്കുമ്പോഴേക്കും ഹലോ ആരാ എന്നവൾ ചോദിക്കുമ്പോൾ ഞാൻ ഗോപി സാറാ എന്ന് അയാളും പറയുന്നുണ്ട്. നിധിയും സുഭാഷിനോടായി സുഭാഷ് ഏട്ടാ ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അവൾ പുറത്തിറങ്ങിയതിന് ശേഷം ഹലോ എന്ന് പറയുമ്പോൾ ഹലോ ഞാൻ ഗോപി സാറാ, ഒരു വാർത്ത കേട്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ വക കാര്യങ്ങൾക്കൊന്നും ഇറങ്ങി പുറപ്പെടാണ്ടാന്ന്. ഇതിപ്പോൾ കോർട്ടിൽ പോവുക മാത്രമല്ല കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. കുട്ടി എന്താ വിചാരിക്കുന്നേ, ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിക്കളിയാണെന്നാണോ എന്നൊക്കെ അയാൾ ചോദിക്കുമ്പോൾ സാറിനോട് ഇതൊക്കെ ആരാ പറഞ്ഞേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അയാൾ സംശയിച്ച് നിൽക്കുമ്പോഴേക്കും സുധീഷും അയാളോടായി ആര് പറഞ്ഞാലെന്താ സത്യമല്ലേ എന്ന് പറയുന്നുണ്ട്. ആര് പറഞ്ഞാലെന്താ, കുട്ടി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഇത് ശരിയാവുന്നില്ല സാറേ എന്നവളും പറയുന്നുണ്ട്. ശരിയാവില്ലെന്ന് വെച്ചാൽ എന്താ കുട്ടി ഉദ്ദേശിക്കുന്നത് എന്നയാൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തുപോകാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കോടതിയിൽ പോയത് എന്നവൾ പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും, 6 മാസം പോലും ആയില്ല കല്യാണം കഴിഞ്ഞിട്ട്, അതിന് മുന്നേ ഡിവോഴ്സോ, എത്ര കഷ്ടപ്പെട്ടിട്ടാ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തിയെന്നറിയില്ലേ, ആ എഫേർട്ടിനൊന്നും ഒരു വിലയില്ലേ എന്നയാൾ ചോദിക്കുമ്പോഴേക്കും സുധീഷും അയാളുടെ ചെവിയിൽ സാറേ ഡിവോഴ്സിൻ്റെ കാര്യം അവളുടെ വീട്ടിലറിയാവോ എന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട്. അയാൾ നിധിയോടായി ഡിവോഴ്സിൻ്റെ കാര്യം വീട്ടിലറിയിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് നിധിയും പറയാണ്. എന്താ കുട്ടി ഇത്, കല്യാണം കഴിക്കുന്ന കാര്യം വീട്ടിൽ പറഞ്ഞില്ല, ഇതിപ്പോൾ ഡിവോഴ്സ് ആവുന്ന കാര്യം പറഞ്ഞില്ലേ, ഇതൊക്കെ കുട്ടിയുടെ വീട്ടിലറിഞ്ഞാൽ എന്താവും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇതൊക്കെ വെറും തമാശയാണല്ലേ എന്നയാൾ ചോദിക്കുമ്പോഴേക്കും ഒന്ന് വരട്ടിക്കോ എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്ത് വരട്ടാൻ, ഡിവോഴ്സിന് അപ്ലൈ ചെയ്താൽ പോലീസ് പിടിച്ച് ജയിലിലിടുമെന്ന് പറ എന്ന് സുധീഷ് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ പോടാ എന്നും പറഞ്ഞുകൊണ്ട് ദേ മര്യാദയ്ക്ക് പോയി കോർട്ടിൽ നിന്ന് ആ ഡിവോഴ്സിൻ്റെ പെറ്റീഷൻ പിൻവലിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയി കുട്ടി എന്തൊക്കെയായി ചെയ്യുന്നതെന്ന് വീട്ടിൽ ചോദിക്കും എന്ന് പറയുമ്പോൾ സാർ എന്നവളും വിളിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ പോലീസുകാരെന്ന് വെച്ചാൽ എന്താണെന്നാണ് കുട്ടി വിചാരിച്ചിരിക്കുന്നത്, നിങ്ങളുടെ കല്യാണം നടത്തി തന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ, നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ടോയെന്ന് കൂടി ഞങ്ങൾക്കറിയണ്ടേ. കുട്ടി ഒരു കാര്യം ചെയ്യ്, ഭർത്താവുമായി സംസാരിച്ച് ഡിവോഴ്സ് ഒഴിവാക്കാൻ നോക്ക്, പിന്നെ കോടതി പോയി ആ അപേക്ഷ പിൻവലിച്ച് എന്നെ വിളിക്കണം കേട്ടല്ലോ. പിന്നെ ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാനൊന്നും നിൽക്കില്ല കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോപി സാറ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. സുധീഷ് സന്തോഷത്തോടെ സൂപ്പർ സാർ, നന്നായി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേക്കും നീ എന്നെ അധികം സുഖിപ്പിക്കല്ലേ, പറഞ്ഞ കാശ് പറഞ്ഞ സമയത്ത് എത്തിച്ചോണം, ഇല്ലെങ്കിൽ ഇതൊക്കെ മാറ്റി പറയാനും ഗോപി സാറിനറിയാം എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് നടന്നു പോകുന്നുണ്ട്. നിധിയും പോലീസുകാരെങ്ങനെ ഇതൊക്കെ അറിഞ്ഞു, അവർക്ക് ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ എന്താ പ്രശ്നം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിൽക്കുടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി